പ്രിലിംസ് 2024 എടുക്കാൻ നേരത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ഹൗ ടു ഹാൻഡിൽ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇത് രണ്ട് തരം കുട്ടികളുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് കംപ്ലീറ്റ് ചെയ്തവരുണ്ട്, സ്റ്റാറ്റിക് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ട്. സോ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള സ്ട്രാറ്റജി ഞാൻ പറയാം. സ്റ്റാറ്റിക് കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് അവർ കൂടുതലും സ്റ്റാറ്റിക് ഫോളോ ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഓൾമോസ്റ്റ് 90% ഓഫ് ക്വസ്റ്റ്യൻസ് കംസ് ഫ്രം സ്റ്റാറ്റിക്. ദർ വിൽ ബി കണക്ഷൻസ് വിത്ത് സ്റ്റാറ്റിക് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ബട്ട് ഇഫ് യു കംപ്ലീറ്റ് യുവർ സ്റ്റാറ്റിക് പോർഷൻ thoroughly, യു ക്യാൻ സിംപ്ലി അറ്റംപ്റ്റ് 90 ക്വസ്റ്റ്യൻസ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയും എൻവയോൺമെന്റ് ഫോളോ ചെയ്യുക. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയാസ് കം ഫ്രം ദി കറണ്ട് അഫയേഴ്സ്. സോ സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും എൻവയോൺമെന്റിന്റെയും കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് സീരീസ് എടുക്കുക. കറണ്ട് അഫയേഴ്സിന്റെ ടെസ്റ്റ് ഒരു 2-3 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് അറൌണ്ട് 300 ക്വസ്റ്റ്യൻസ് ആൻഡ് ദിസ് വിൽ ബി ഫ്രം ദ ഇമ്പോർട്ടന്റ് ഏരിയാസ്. ബിക്കോസ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ഇമ്പോർട്ടന്റ് ഏരിയാസിലുള്ള കറണ്ട് അഫയേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 300 എണ്ണം. സോ യു വിൽ ബി ഈസിലി ഏബിൾ ടു ഗെറ്റ് വാട്ട് കറണ്ട് അഫയേഴ്സ് ഫ്രം ദിസ് 300 ക്വസ്റ്റ്യൻസ്. പിന്നെ സ്റ്റാറ്റിക് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇപ്പോൾ 2 വർഷം ഈ പ്രിപ്പറേഷൻ ചെയ്യണവർക്കോ അതോ സ്റ്റാറ്റിക് കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് കവർ ചെയ്തവർക്ക് വേണ്ടിയിട്ട് അവരെന്തായാലും കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത് പറ്റുള്ളൂ. സോ ദേ ക്യാൻ ഫോളോ വിച്ച് എവർ സോഴ്സസ് ദേ ആർ ഫൈൻ വിത്ത്. ഐ എം നോട്ട് സജസ്റ്റിംഗ് എനി പർട്ടിക്കുലർ സോഴ്സ് ബിക്കോസ് സംതിങ് ദാറ്റ് ഈസ് കംഫർട്ടബിൾ ഫോർ മീ വിൽ നോട്ട് ബി കംഫർട്ടബിൾ ഫോർ യു. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. സോ ഇതാണ് കറണ്ട് അഫയേഴ്സ് സ്ട്രാറ്റജി സ്റ്റാറ്റിക് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും. താങ്ക് യു.